ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പാദൽ ചൽത്താ ഹുവ ആദ്മി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാദൽ ചലനെ വാല നിരീഹ് ക്യോं ലഗ് രഹാ ഹെ? കാൽനടയായിട്ട് പോകുന്ന വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ് എന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിരീഹ് എന്ന് വെച്ചാൽ ബിച്ചാര, പാവം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആൻസർ നോക്കാം. पैदल चलने वाला निरीह लग रहा है क्योंकि चमकदार कारों के बीच उसकी गरीबी और असहायता साफ झलकती है. അതായത് ഈ കാൽനടയായിട്ട് പോകുന്ന വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം പാവമാണ് അല്ലെങ്കിൽ നിരീഹാണ് എന്ന് തോന്നിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമക്ദാർ കാറോ കെ ബീച്ച്, ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന പോളിഷ്ഡ് ആയിട്ടുള്ള കാറുകളുടെ ബീച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഇടയില്, നടുവില്, ഉസ്കി ഗരീബി ഓർ അസഹായത സാഫ് ഝലക്തി ഹെ. ആ വ്യക്തിയുടെ ഗരീബി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാരിദ്ര്യവും അതുപോലെ തന്നെ അസഹായത എന്ന് വെച്ചാൽ നിസ്സഹായമായിട്ടുള്ള അവസ്ഥ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, സാഫ് ഝലക്തി ഹെ, ക്ലിയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിക്കാരത് സെ ദേഖ്ന കിസ് മനോഭാവ് കി ഓർ സംകേത് കർത്താ ഹെ? ഹിക്കാരത്ത് എന്ന് വെച്ചാല് വെറുപ്പ്, ഘൃണ. അപ്പം ഈ വ്യക്തികള് ആ സൈഡിലൂടെ നടന്നു പോകുന്ന, കാൽനടയായിട്ട് പോകുന്ന വ്യക്തിയെ ഒരു വെറുപ്പോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് കവിതയിൽ പറയുന്നുണ്ട്. അത് അവരുടെ എന്ത് മനോഭാവത്തെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹിക്കാരത്ത് സെ ദേഖ്ന ഗമണ്ഡ് ഓർ തുച്ഛ സമജ്നെ വാലെ മനോഭാവ് കി ഓർ സംകേത് കർത്താ ഹെ. അപ്പോ ഹിക്കാരത് സെ ദേഖ്ന, വെറുപ്പോടെ നോക്കുക എന്നുള്ളത് ഗമണ്ട് എന്ന് വെച്ചാൽ എന്താണ്, അഹങ്കാരം. അതുപോലെ തന്നെ തുച്ഛ സമജ്നെ വാലെ മനോഭാവ്, മറ്റു മനുഷ്യരെ തുച്ഛമായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു മനോഭാവം. കി ഓർ സംഗീത് കർത്താ ഹെ. ഓർ സംഗീത് കർണ എന്ന് വെച്ചാൽ ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇത് കാണിക്കുന്നത്, ഇങ്ങനെ വെറുപ്പോടെ ആ വ്യക്തിയെ നോക്കി കാണുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് എന്താണ്, കാറിന്റെ ഉള്ളിലുള്ള ധനികരായ വ്യക്തികളുടെ അഹങ്കാരവും മറ്റുള്ളവരെ തുച്ഛമായിട്ട് കാണുന്ന മനോഭാവവുമാണ്. वह जिस दिन होश में आ जाएगा उनके साम्राज्य डह जाएंगे. इस पर आपका विचार വ്യക്ത് കരെ. അപ്പോ ഈ കവിതയില് കവി പറയുന്നുണ്ട് ലാസ്റ്റിൽ എന്താണ്, ഏത് ദിവസമാണോ ഇവര്, അതായത് ഈ തൊഴിലാളികള് ഇവരുടെ മൂല്യം തിരിച്ചറിയുന്നത്, അവർ ഉണരുന്നത്, അന്ന് മറ്റുള്ളവരുടെ, ധനികരായിട്ടുള്ള വ്യക്തികളുടെ സാമ്രാജ്യം നശിക്കും എന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. യह पंक्ति बताती है कि समाज के असली निर्माता और श्रमिक जब अपनी ताकत और महत्व को पहचान लेंगे तो अमीरों और शोषकों का സാമ്രാജ്യ ടൂട്ട് ജായേഗ. അപ്പോ യ പങ്ക്തി, ഈ ഒരു വരി, ഈ കവിതയിലെ ഈ വരി ബത്താത്തി ഹെ, പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമാജ് കെ അസ്ലി നിർമ്മാത, സമൂഹത്തിന്റെ അസ്ലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള, സത്യമായിട്ടുള്ള എന്നാണ്. അപ്പോൾ യഥാർത്ഥ നിർമ്മാതാക്കൾ, സമൂഹത്തിന്റെ യഥാർത്ഥ നിർമ്മാതാക്കൾ. അതുപോലെ തന്നെ ശ്രമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ. ജബ് അപ്നി താക്കത്ത് ഓർ മെഹത്വ കോ പെഹചാൻ ലേങ്കെ, എപ്പോഴാണോ അവരുടെ ശക്തി, താക്കത്ത് എന്ന് വെച്ചാൽ എന്താണ്, ശക്തി, അതുപോലെ തന്നെ മഹത്വം തിരിച്ചറിയുന്നത്, പെഹചാൻ ലേങ്കെ എന്ന് പറഞ്ഞാൽ എന്നാണോ തിരിച്ചറിയുന്നത്, തോ അമീറോ ഓർ ശോഷകോക്ക, അമീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനികരായിട്ടുള്ള, വെൽതി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ ശോഷകോക്ക, ശോഷക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവര് എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ, അവരുടെ സാമ്രാജ്യം ടൂട്ട് ജായേഗ, തകർന്നു പോകും, പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത്. യ ജാഗരൂകത ഓർ ഏകത കി ശക്തി കാ പ്രതീക് ഹെ. ഇത് ജാഗരൂകതയുടെയും അതുപോലെ തന്നെ ഏകത കി ശക്തി എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ ശക്തി, എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള ശക്തി, അതിന്റെയും പ്രതീകമാണ് എന്നാണ് പറയുന്നത്. ജാഗരൂകതയുടെയും അതുപോലെ തന്നെ ഐക്യത്തിന്റെയും പ്രതീകമാണ് എന്ന്. അപ്പം ശരിക്കും ഈ തൊഴിലാളികൾക്ക് അവരുടെ ശരിക്കുള്ള മൂല്യം എന്താണ്, അവരുടെ സൊസൈറ്റിയിൽ അവർക്കുള്ള യഥാർത്ഥ മൂല്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ ചൂഷണത്തിനൊക്കെ വഴങ്ങിക്കൊടുക്കുന്നത്. പക്ഷെ എന്നാണോ അവരിത് തിരിച്ചറിയുന്നത്, അന്ന് ഈ ധനികര് കെട്ടിപ്പടുത്തിട്ടുള്ള അവരുടെ സാമ്രാജ്യങ്ങളൊക്കെ എന്താണ്, നശിച്ചു പോകുമെന്നാണ് പറയുന്നത്, തകർന്നു പോകുമെന്നാണ് കവി പറയുന്നത്. അതാണ് ഈ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം
ആ ക്വസ്റ്റ്യൻസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. കവിത കെ ആധാർ പർ ലിഖേ, കവിതേനെ ബേസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. पैदल चलता हुआ आदमी कौन कौन हो सकता है, കാൽനടയായിട്ട് പോകുന്ന വ്യക്തി എന്ന് കവിതയിൽ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് ആരൊക്കെ ആയിരിക്കാം, കോൺ കോൺ ഹോ സക്താ ഹെ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കാം എന്നാണ്. അത് ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അനാജ് പേദാ കർണേ വാല എന്ന് പറയുമ്പോൾ ആരാണ്, അത് എന്താണ് അവരെ വിളിക്കുന്ന പേര് എന്നാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പം അനാജ് പേദാ കർണേ വാല എന്ന് വെച്ചാൽ എന്താണ്, വിളകൾ ഉണ്ടാക്കുന്ന വ്യക്തി, കിസാൻ ആണ്. മക്കാൻ ബനാനെ വാല മസ്ദൂർ, മസ്ദൂർ എന്ന് വെച്ചാൽ തൊഴിലാളി. മക്കാൻ ബനാന എന്ന് വെച്ചാൽ എന്താണ്, ബിൽഡിങ്സ് പണിയുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളികൾ. സഫായി കർണേ വാല സ്വച്ഛത കർമ്മി. ഇനി അടുത്തതായിട്ട് സമാൻ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ എന്നാണ് പറയുന്നത്. താഴെ തന്നിട്ടുള്ള ആശയങ്ങളോട് സിമിലാരിറ്റി ഉള്ള ലൈൻസ് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. സചേത് ആം ജൻ മേ സമാജ് കോ ബദൽനെ കി ശക്തി ഹെ. സചേത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവെയർ ആയിരിക്കുന്ന, ജാഗരൂകരായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെ തിരിച്ചറിയുന്ന ആംജൻ. ആംജൻ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങള്. അത്തരം ജനങ്ങളില് സമാജ് കോ ബദൽനെ കി ശക്തി ഹെ, സമൂഹത്തിനെ തന്നെ മാറ്റാനായിട്ടുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഏത് വരികളാണ് ആയിരിക്കുക? അവസാനത്തെ ലൈനാണ്, അവസാനത്തെ 2 ലൈൻ. വ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗ ഉൻകെ സാമ്രാജ്യ ഡെഹ് ജായെങ്കെ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. कार में बैठने वाले पैदल चलने वालों को ऐसे देखते हैं कि वे इस समाज के सदस्य नहीं है. അപ്പോൾ കാറിൽ ഇരിക്കുന്ന വ്യക്തികളെ, पैदल चलने वालों को കാൽനടയായിട്ട് പോകുന്ന വ്യക്തികളെ ऐसे देखते हैं कि वे इस समाज के सदस्य नहीं है. അവരെ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ സമൂഹത്തിലെ വ്യക്തികളല്ല, അംഗങ്ങളല്ല എന്നുള്ള രീതിയിലാണ്. സദസ്യ എന്ന് പറഞ്ഞാല് അംഗം എന്നാണ്. ഈ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് അല്ല അവര് എന്നുള്ള രീതിയിലാണ് കാറിലുള്ള ധനികരായിട്ടുള്ള വ്യക്തികള് സാധാരണക്കാരായ കാൽനടയായിട്ട് പോകുന്ന വ്യക്തികളെ നോക്കിക്കാണുന്നത്. അപ്പോ ആ വരികൾ ഏതാണെന്ന് നോക്കാം. അപ്പൊ അത് 2 ലൈനല്ല, 4 ലൈനാണ് വരുന്നത്. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. नेक्स्ट, धनी लोग नहीं सोचते कि उनके चेहरों की शोभा मजदूरों के परिश्रम की देन है. ധനി ലോഗ് എന്ന് വെച്ചാൽ എന്താണ്, ധനികരായ വ്യക്തികള് നെഹി സോച്ച്തേ, അവർ ചിന്തിക്കുന്നില്ല. കി ഉൻകെ ചെഹരോ കി ശോഭ, അവരുടെ മുഖങ്ങളിലുള്ള ശോഭ, ആ ഒരു തിളക്കം, ശോഭ, മസ്ദൂറോ കെ പരിശ്രം കി ദേൻ ഹെ, ഇത്തരം തൊഴിലാളികളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ അത് ഏത് വരിയിലാണ് പറയുന്നത് നോക്കാം. വേ നഹി ജാൻതേ കി ഉസ്കെ ദം പർ ഉൻകെ ചെഹരെ പർ റോനക് ഹെ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിത കി കോൺ സി പങ്ക്തി ആപ്കോ അച്ഛി ലഗി ക്യൂ, കവിതയിലെ ഏത് വരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. വ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗ ഉൻകെ സാമ്രാജ്യ ഡെഹ് ജായെങ്കെ മുझे യഹ് പങ്ക്തി ബഹുത് അച്ഛി ലഗി. അപ്പോ ഈ വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ക്യോങ്കി എന്തെന്നാൽ ഇത് ഇസ് പങ്ക്തി എന്നല്ല കേട്ടോ, ഇസ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ യഹ് എന്നാക്കണേ. യഹ് പങ്ക്തി ആം ആദ്മി കി താക്കത്ത് ഓർ ജാഗരൂകത ക പ്രതീക് ഹെ. അപ്പോ ഈ ഒരു പങ്ക്തി, ഈ ഒരു വരി എന്ന് പറയുന്നത് ആം ആദ്മിക്ക്, സാധാരണ ജനങ്ങളുടെ, താക്കത്ത് ഓർ ജാഗരൂകത, താക്കത്ത് എന്ന് വെച്ചാൽ ശക്തി, ശക്തിയുടെയും അതുപോലെ തന്നെ ജാഗരൂകതയുടെയും എന്താണ്, പ്രതീക് ഹെ, പ്രതീകമാണ്. ജോ ബതാത്തി ഹെ കി അസ്ലി ശക്തി മെഹനത് കഷ് ലോഗോ മേ ഹി ഛിപ്പി ഹെ. ഇത് പറയുന്നത് എന്താണ്, ഈ വരിയിൽ എന്താ പറയുന്നത്, അസ്ലി ശക്തി, യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് മെഹനത് കഷ് ലോഗോ മെഹി. മെഹനത് കഷ് ലോഗ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ തൊഴിലാളി വർഗത്തില്, ഈ വർക്കിംഗ് ഫോഴ്സിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഛിപ്പി ഹെ എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്, അതിന്റെ നിലനിൽപ്പിനും ക്രിയേഷനും ഒക്കെ ഏറ്റവും അത്യാവശ്യമായത് ഈ വർക്കിംഗ് ഫോഴ്സിന്റെ ശക്തിയാണ്, സാധാരണ
തൊഴിലാളികളുടെ. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വരിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആൻസർ എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചർച്ച കരേ സമാജ് മേ വ്യക്തി കാ മൂല്യ कैसे निर्धारित होना चाहिए. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമൂഹത്തില് വ്യക്തിക മൂല്യം, ഒരു വ്യക്തിയുടെ മൂല്യം कैसे निर्धारित होना चाहिए. निर्धारित होना എന്ന് വെച്ചാൽ നിർണയിക്കുക എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൂല്യം സമൂഹത്തില് നിർണയിക്കപ്പെടേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. समाज में व्यक्ति का मूल्य उसकी मेहनत, ईमानदारी और दूसरों के लिए किए गए योगदान तथा दूसरों के प्रति किए गए व्यवहार से होना चाहिए, ना कि उसकी संपत्ति, पद या बाहरी रूप रंग से. അപ്പം സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ മൂല്യം എന്തൊക്കെ വെച്ചിട്ടാണ് നിർണ്ണയിക്കേണ്ടത്? ഉസ്കി മെഹനത്ത്, ആ വ്യക്തിയുടെ അധ്വാനം, മെഹനത്ത് എന്ന് വെച്ചാൽ എന്താ? അധ്വാനം. ഈമാൻദാരി, ഈമാൻദാരി എന്ന് വെച്ചാൽ സത്യസന്ധത. അതുപോലെ തന്നെ ദൂസറോ കെ ലിയെ കിയേ ഗയേ യോഗ്ദാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള യോഗ്ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺട്രിബ്യൂഷൻ, സംഭാവന എന്ന് പറയാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്. തഥാ ദൂസറോ കെ പ്രതി കിയേ ഗയേ വ്യവഹാർ, വ്യവഹാർ എന്ന് വെച്ചാൽ പെരുമാറ്റം, മറ്റുള്ളവരെ പ്രതി എങ്ങനെയാണ് ഈ വ്യക്തി പെരുമാറുന്നത്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത്. നാ കി ഉസ്കി സമ്പത്തി, പദ് യാ ബാഹരി രൂപ് രംഗ് സെ. അതല്ലാതെ ഒരു വ്യക്തിയുടെ സമ്പത്ത്, അതുപോലെ തന്നെ പദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ അവർ ഏത് പൊസിഷനിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ബാഹരി രൂപ് രംഗ് എന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടല്ലോ, ഒരു വ്യക്തിനെ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയൊന്നും നോക്കിയിട്ടല്ല അവരുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിത മേ സാമാജിക് അസമാനതാओं के प्रति कवि ने कौन सा विचार प्रकट किया है. കവിതയിലെ സാമാജിക് അസമാനത എന്ന് വെച്ച് കഴിഞ്ഞാല് സാമൂഹിക അസമത്വങ്ങള്. അപ്പം അതിനെ പ്രതി കവി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കവിയുടെ ചിന്തകൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ആ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. കവിനെ ബത്തായ ഹെ കി സമാജ് മേ അമീർ ഓർ ഗരീബ് കെ ബീച്ച് ഗഹര അന്തർ ഹെ. കവി പറഞ്ഞിട്ടുള്ളത് എന്താണ്? സമാജ് മേ, സമൂഹത്തില്, അമീർ ഓർ ഗരീബ് കെ ബീച്ച്, അമീർ എന്ന് വെച്ചാൽ എന്താണ്? റിച്ച് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഗരീബ് എന്ന് വെച്ചാൽ പൂവർ ആയിട്ടുള്ള ആളുകൾ, ഇവരുടെ രണ്ടുപേരുടെയും ഇടയില് ഗഹര അന്തർ, അന്തർ എന്ന് വെച്ചാൽ വ്യത്യാസം, ഗഹര എന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ള. അപ്പം പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും എന്നുള്ള രീതിയിൽ വളരെ വലിയൊരു ഡിഫറൻസ്, വളരെ ആഴത്തിലുള്ള ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ, സമൂഹത്തില്. ബഡേ ലോഗ് അല്ലെങ്കിൽ അമീർ ലോഗ് എന്ന് എഴുതാം കേട്ടോ, ബ്രാക്കറ്റിൽ എഴുതാൻ കാരണം ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഓർത്തിരിക്കുക എളുപ്പം അത് എഴുതാം. ഒന്നെങ്കിൽ ബഡേ ലോഗ് എന്ന് എഴുതുക, അല്ലെങ്കിൽ അമീർ ലോഗ് എന്ന് എഴുതുക. രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോ അമീർ ലോഗ് ഗരീബോ കോ നീച്ചി ദൃഷ്ടി സെ ദേഖ്തേ ഹെ. എന്താണ്? ധനികരായിട്ടുള്ള വ്യക്തികൾ, റിച്ച് ആയിട്ടുള്ള ആളുകൾ ഗരീബോക്കോ, ഈ പുവർ ആയിട്ടുള്ള ആളുകളെ നീച്ചി ദൃഷ്ടി സെ ദേഖ്തേ ഹെ, അവരെ താഴേക്കിടയിലുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. തങ്ങളെക്കാളും ലോ ലെവലിലുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ഈ പണമുള്ളവര് ദരിദ്രരെ കണക്കാക്കുന്നത്. ജബ്കി അസ്ലി താക്കത്ത് ഓർ സമൃദ്ധി ശ്രമിക് വർഗ് കി ഹി മെഹനത് സെ ആത്തി ഹെ അല്ലെങ്കിൽ മിൽത്തി ഹെ എന്നെഴുതാം. പക്ഷെ ഇങ്ങനെയാണ് റിച്ച് ആയിട്ടുള്ള ആളുകൾ പുവർ ആയിട്ടുള്ള ആളുകളെ കാണുന്നത് എന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറച്ചാണ് കാണുന്നത്. അപ്പം അവര് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അസ്ലി താക്കത്ത്, യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സമൃദ്ധി എന്ന് പറയുന്നത് ശ്രമിക് വർഗ് കി ഹി മെഹനത് സെ ആത്തി ഹെ, ഇത്തരം തൊഴിലാളി വർഗത്തിന്റെ മെഹനത്, ഹാർഡ് വർക്കിൽ നിന്നാണ്, അവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് തന്നെയാണ് ഈ സമൃദ്ധിയും ഈ ശക്തിയും ഒക്കെ വരുന്നത് എന്ന് ഈ ധനികരായിട്ടുള്ള വ്യക്തികള് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലേഖ് ലിഖേ എന്നാണ്, ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. വിഷയ് സമാജ് കെ നിർമ്മാൺ മേ ആം ജൻ കി ഭൂമിക. എന്താണ് വിഷയം? സമാജ് കെ നിർമ്മാൺ മേ, സമൂഹത്തിന്റെ നിർമ്മാണത്തില്, ആം ജൻ കി ഭൂമിക, സാധാരണ ജനങ്ങളുടെ ഭൂമിക എന്ന് വെച്ചാൽ പങ്ക് അല്ലെങ്കിൽ റോൾ എന്ന് പറയാം. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ സമാജ് കെ നിർമ്മാൺ മേ ആം ജൻ കി ഭൂമിക,
किसी भी समाज के निर्माण में आम जन की भूमिका सबसे महत्वपूर्ण होती है. അപ്പം ഏതൊരു സമാജ് എന്ന് വെച്ചാൽ എന്താണ്, സമൂഹത്തിന്റെ നിർമ്മാണത്തിലും ആം ജൻ കി ഭൂമിക, സാധാരണ ജനങ്ങൾ നിർവഹിക്കുന്ന പങ്ക് അല്ലെങ്കിൽ അവരുടെ റോൾ എന്ന് പറയുന്നത് സബ്സെ മെഹത്വപൂർൺ ഹോത്തി ഹെ, എന്താണ്, ഏറ്റവും മെഹത്വപൂർണ്ണായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സമാജ് കി പ്രഗതി और स्थिरता उन्हीं लोगों के परिश्रम पर निर्भर करती है जो प्रतिदिन ईमानदारी से अपना कार्य करते हैं. അപ്പോ സമൂഹത്തിന്റെ പ്രഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗമനം, അതുപോലെ തന്നെ സ്ഥിരത എന്ന് വെച്ചാൽ എന്താ, സ്റ്റെബിലിറ്റി. ഉൻഹി ലോഗോ കെ പരിശ്രം പർ നിർഭർ കർത്തി ഹെ, ആ വ്യക്തികളുടെ പരിശ്രമത്തിൽ ആണ്. നിർഭർ കർത്തി ഹെ എന്ന് വെച്ചാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജോ പ്രതിദിൻ ഈമാൻദാരി സെ അപ്ന കാര്യ കർത്തേ ഹെ, ആരാണോ എല്ലാ ദിവസവും ഈമാൻദാരി സെ എന്ന് വെച്ചാൽ സത്യസന്ധതയോട് കൂടിയിട്ട് അപ്ന കാര്യ കർത്തേ ഹെ, തങ്ങളുടെ കടമ നിർവഹിക്കുന്നത്. ചാഹേ വേ കിസാൻ ഹോ, മസ്ദൂർ, സഫായി കർമ്മി യാ കാരിഗർ. അതിപ്പോഴും ആ വ്യക്തികൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് തങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തികൾ, കിസാൻ ആയാലും കർഷകനായാലും മസ്ദൂർ തൊഴിലാളി ആയാലും, സഫായി കർമ്മി എന്ന് വെച്ചാൽ ക്ലീനേഴ്സിനെയാണ് പറയുന്നത്, അതുപോലെ തന്നെ കാരിഗർ ശില്പികൾ, അതുപോലെ തന്നെ അങ്ങനത്തെ കൊത്തുപണിയും മറ്റും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഹാൻഡിക്രാഫ്റ്റ്സും മറ്റും ചെയ്യുന്ന ആളുകൾ, കലാകാരന്മാരായിട്ടുള്ള വ്യക്തികൾ, അവരായാലും അങ്ങനെ കൃത്യമായിട്ട് തങ്ങളുടെ ജോലി എന്താണ് സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന ജനങ്ങളുള്ള ഒരു നാട്ടിലാണ് ഒരു നല്ല സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ. വേ അപ്നെ പരിശ്രम से ना केवल दूसरों का जीवन सुगम बनाते हैं बल्कि समाज की आर्थिक और सामाजिक നീവ് കോബി മസ്ബൂത്ത് കർത്തേ ഹെ. അവര് തങ്ങളുടെ പരിശ്രമം കൊണ്ട്, അവരുടെ ആ വർക്ക് കൊണ്ട് എന്താണ്, നാ കേവൽ ദൂസറോ കാ ജീവൻ സുഗം ബനാത്തേ ഹെ, മറ്റുള്ളവരുടെ ജീവിതം സുഗമമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ബൽക്കി സമാജ് കി ആർथिक और सामाजिक नींव को भी मजबूत करते हैं. പക്ഷെ എന്തുകൂടിയാണ് ചെയ്യുന്നത്, സമാജ് കി സമൂഹത്തിന്റെ, ആർथिक और सामाजिक എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർथिक എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, അതുപോലെ തന്നെ സാമാജികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, നീവ് കോബി അടിത്തറയെയും മസ്ബൂത്ത് കർത്തേ ഹെ, സ്ട്രോങ് ആക്കുന്നു. നീവ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, അടിത്തറ. അപ്പം ഇവരിപ്രകാരം ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം സുഗമമാവുക മാത്രമല്ല ചെയ്യുന്നത്, എന്താണ്, സമൂഹത്തിലെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അത്തരം ഡെവലപ്മെന്റുകളുടെ നീവ് അഥവാ അടിത്തറ എന്ന് പറയുന്നത് ഇത്തരം തൊഴിലാളികളാണ്. യദി വേ മെഹനത് കഷ് ലോഗ് കാം കർന ബന്ദ് കർ ദേ തോ ഷഹറോ കി ചമക് ഫീക്കി പട് ജായേഗി. അപ്പോ ഇത്തരം മെഹനത് കഷ് ലോഗ് എന്ന് വെച്ചാൽ ഇത്തരം തൊഴിലാളികള്, ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ഈ വ്യക്തികള്, അഗർ കാം കർന ബന്ദ് കർ ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജോലി ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ, തോ ഷെഹറോ കി ചമക്, ഈ പട്ടണങ്ങളുടെ ചമക്ക് എന്ന് വെച്ചാൽ തിളക്കം, ഫീക്കി പടിജായികി, അത് മങ്ങും എന്നാണ് പറയുന്നത്. ഫീക്കി പടിജാന എന്ന് വെച്ചാൽ അതാണ് തിളക്കം മങ്ങുക. അമീറോ കി സുഖ് സുവിധായെ സമാപ്ത് ഹോ ജായേഗി ഓർ ജീവൻ ടെഹർ ജായേഗ. അതായത് ധനികരായ വ്യക്തികളുടെ സുഖ സൗകര്യങ്ങള്, സുഖ് സുവിധായ എന്ന് വെച്ചാൽ സുഖ സൗകര്യങ്ങള്, സമാപ്ത് ഹോ ജായേഗി എന്താണ്, അവസാനിക്കും. ഓർ ജീവൻ ടെഹർ ജായേഗ, ടെഹർ ജാന എന്ന് വെച്ചാൽ എന്താണ്, സ്തംഭിക്കുക, നിലയ്ക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പം അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ ഇല്ലാതാവുകയും അവരുടെ ജീവിതം നിലച്ചു പോയതുപോലെ തോന്നുകയും ചെയ്യും. इसलिए यह अनिवार्य है कि समाज हर व्यक्ति के योगदान को समान സമ്മാൻ ദേ. ഈ രണ്ട് വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക, രണ്ടിനും രണ്ട് അർത്ഥമാണുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്, എന്താണ്, സമാജ് ഹർ വ്യക്തിക്ക് യോഗ്ദാൻ കോ, സമൂഹം ഓരോ വ്യക്തിയുടെയും യോഗ്ദാൻ, കോൺട്രിബ്യൂഷന്, അവര് ചെയ്യുന്ന കാര്യങ്ങളെ, കോ സമാൻ സമ്മാൻ ദേ, അത്തരം കാര്യങ്ങൾക്ക് സമാൻ എന്ന് വെച്ചാൽ എന്താ, ഈക്വൽ ആയിട്ടുള്ള, സമ്മാൻ എന്ന് വെച്ചാൽ ആദരവ് അല്ലെങ്കിൽ റെസ്പെക്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസിനെ ഈക്വൽ റെസ്പെക്റ്റോടു കൂടി കാണാനായിട്ട് സമൂഹം പഠിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. കിസി കാ മൂല്യ ഉസ്കെ ധൻ യാ പദ് സെ നഹി ബൽക്കി ഉസ്കെ കർമ്മ ഓർ ഈമാൻദാരി സെ തയ ഹോനാ ചാഹിയെ. ഒരു വ്യക്തിയുടെ
മൂല്യം ഉസ്കെ ധൻ യാ പദ് സെ നഹി, ആ വ്യക്തിയുടെ കയ്യിൽ എത്ര പണമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഏത് പൊസിഷനിലുള്ള ആളാണ് എന്നുള്ളതിലുപരി ഉസ്കെ കർമ്മ ഓർ ഈമാൻദാരി സെ തയ ഹോനാ ചാഹിയെ, ആ വ്യക്തിയുടെ കർമ്മത്തിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഈമാൻദാരി സത്യസന്ധതയെ ബേസ് ചെയ്തിട്ടുമാണ് തയ ഹോനാ ചാഹിയെ എന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യപ്പെടേണ്ടത്, തീരുമാനിക്കപ്പെടേണ്ടത്. ജബ് സമാജ് അപ്നെ ഹർ സദസ്യ കോ ആദർ കി ദൃഷ്ടി സെ ദേഖേഗ, എപ്പോഴാണോ സമൂഹം അതിലെ എല്ലാ മെമ്പേഴ്സിനെയും, സദസ്യ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ, മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനെയും ആദർ കി ദൃഷ്ടി സെ ദേഖേഗ, ആദരവോടുകൂടി നോക്കുന്നത്, തബി സച്ചി സമാനത और ന്യായ സ്ഥാപിത് ഹോ പായേഗി, അപ്പോൾ മാത്രമാണ് സച്ചി സമാനത എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഈക്വാലിറ്റി, സമാനത എന്ന് വെച്ചാൽ സമത്വം, ഈക്വാലിറ്റി, ഓർ ന്യായ് സ്ഥാപിത് ഹോ പായേഗി, എന്താണ്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈക്വാലിറ്റിയും അതുപോലെ തന്നെ നീതിയും നടപ്പിലാകുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, एक्सटेंडेड एक्टिविटी ആണ്. मान ले सड़क से चलती दूसरी गाड़ी में बैठे हुए दो व्यक्ति सड़क पर चलते हुए आदमी को आदर की दृष्टि से देखते हैं. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. മാൻ ലേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, എന്താണ്, സഡക് സെ ചൽത്തി ദൂസരി ഗാഡി മേ ബാഠേ ഹുവേ ദോ വ്യക്തി എന്നാണ്, റോഡിലൂടെ പോകുന്ന മറ്റൊരു ഗാഡിമേ, ഒരു കാറില് ബാഠേ ഹുവേ ഇരിക്കുന്ന ദോ വ്യക്തി, രണ്ട് വ്യക്തികള്, സഡക് പർ ചലത്തെ ഹുവേ ആദ്മിക്കോ, ആ റോഡിലൂടെ നടക്കുന്ന ആ വ്യക്തിയെ ആദർ കി ദൃഷ്ടി സെ ദേഖ്തേ ഹെ, ആദരവോട് കൂടിയാണ് നോക്കുന്നത്. ഉൻ ദോ വ്യക്തിയോ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ, ആ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പൊ റാം അതുപോലെ തന്നെ രാജ് എന്നാണ് രണ്ട് വ്യക്തികളുടെ പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ റാം പറയാണ്, ദേഖോ രാജ്, ഷായദ് വ ആദ്മി പൂരെ ദിൻ ധൂപ് മേ കാം കർക്കെ ലോട്ട് രഹാ ഹെ. അപ്പൊ റാം രാജിനോട് പറയാണ്, രാജ് നോക്കൂ, ആ വ്യക്തി മുഴുവൻ ദിവസവും ധൂപ് മേ കാം കർക്കെ, വെയിലത്ത് ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്നു. ഷായദ് എന്ന് ചേർത്താൽ അതാണ് അർത്ഥം. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ ഷായദ് എന്ന് ചേർക്കുക. അപ്പം അങ്ങനെ പോവുകയാണ് എന്ന് തോന്നുന്നു എന്ന് പറയാണ്. രാജ്, ഹാ ചെഹരെ പർ ഥക്കാൻ സാഫ് ദിക് രഹി ഹെ, ആ ശരിയാണ്, ആ വ്യക്തിയുടെ മുഖത്ത് ഥക്കാൻ എന്ന് പറഞ്ഞ ക്ഷീണം, സാഫ് ദിക് രഹി ഹെ, ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പർ ദേഖോ ഉസ്കെ ചെഹരെ പർ ആത്മസമ്മാൻ കി ഭാവന ഹെ, പക്ഷെ നോക്കൂ, ആ വ്യക്തിയുടെ ചെഹരെ പർ, മുഖത്ത്, ആത്മസമ്മാൻ കി ഭാവന ഹെ, എന്താണ് ആത്മസമ്മാൻ എന്ന് പറഞ്ഞാൽ സ്വാഭിമാനം, സ്വാഭിമാനത്തോട് കൂടിയുള്ള ഒരു എക്സ്പ്രഷനാണ് ആ വ്യക്തിയുടെ മുഖത്തുള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഈ നടന്നു പോകുന്ന വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിക്ക് ക്ഷീണമുണ്ടെങ്കിലും തല ഉയർത്തി സ്വാഭിമാനത്തോടു കൂടിയാണ് ആ വ്യക്തി നടക്കുന്നത് എന്നാണ് പറയുന്നത്. റാം, सच है, ऐसे लोगों से ही हमें प्रेरणा लेनी चाहिए. हमारे शहर में जो कुछ भी है इनकी ही मेहनत से बनी है. അപ്പോൾ റാം പറയാണ്, സച്ച് ഹെ, സത്യാണ്, ऐसे लोगों से ही, ഇത്തരം ആളുകളിൽ നിന്നാണ്, ഹമേ പ്രേരണ ലേനി ചാഹിയെ, നമ്മൾ എന്താണ് ഇൻസ്പയർഡ് ആവേണ്ടത്. ഹമാരെ ഷെഹർ മേ ജോ കുച്ച് ബി ഹെ, നമ്മുടെ ഈ ഒരു പട്ടണത്തിൽ എന്തൊക്കെയുണ്ടോ, ഇൻകി ഹി മെഹനത് സെ ബനി ഹെ, ഇവരുടെ മെഹനത് സെ, ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായതാണ്. രാജ്, ഹാ हम तो आराम से जी रहे हैं और वे बिना किसी शिकायत से सबका जीवन आसान बना रहे हैं. അപ്പൊ രാജ് പറയാണ്, ശരിയാണ്, നമ്മളൊക്കെ ആറാം സെ ജി രഹേ ഹെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തോരം സമാധാനത്തോടു കൂടിയും റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഓർ ആറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എന്നാണ് കേട്ടോ. ഇപ്പൊ ഇത്തരം തൊഴിലാളികളുടെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയല്ല ഇവർ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർ വേ ബിനാ കിസി ഷിക്കായത്, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും ഇത്തരം വ്യക്തികള് എന്താണ് ബിനാ കിസി ഷിക്കായത്ത് എന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റും കൂടാതെ, ഒരു പരാതിയും ഇല്ലാതെ, ഷിക്കായത്ത് എന്ന് വെച്ചാൽ പരാതി, അപ്പൊ ബിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ എന്നാണ്. സേ സബ്കാ ജീവൻ ആസാൻ ബനാ രഹേ ഹെ, അങ്ങനെ ഇവര് ഒരു പരാതിയും കൂടാതെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതം ആസാൻ ബനാ രഹേ ഹെ, എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. റാം, സമാജ് കെ അസ്ലി നീത് തോ യഹി ലോഗ് ഹെ. അപ്പൊ
റാം പറയാണ് എന്താണ്, സമൂഹത്തിന്റെ യഥാർത്ഥ നീവ്, അടിത്തറ എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികളാണ്. രാജ് ലേക്കിൻ സമാജ് മേ ഉൻകോ ഇത്തന സമ്മാൻ നഹി മിൽത്ത ജിൻകെ വേ ഹക്ദാർ ഹെ. അപ്പൊ രാജ് പറയാണ്, പക്ഷെ സമൂഹത്തില് ഇവര് അർഹിക്കുന്ന ഒരു എന്താണ് റെസ്പെക്ട് ഇവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഹക്ദാർ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് അർഹരായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പൊ ഇവര് അർഹിക്കുന്ന സമ്മാൻ, ആദരവ് ഇവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. റാം ഹാ അഗർ हर कोई इन्हें आदर की दृष्टि से देखे तो समाज में सच्ची समानता स्थापित हो जाएगी. अदे अगर हर कोई, എല്ലാ വ്യക്തികളും ഇൻഹെ ആദർ കി ദൃഷ്ടി സെ ദേഖേ, ഇവരെ ആദരവോടുകൂടി കാണാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ तो समाज में सच्ची समानता സ്ഥാപിത് ഹോ ജായേഗി. അപ്പോൾ എന്താണ് ഉണ്ടാവുക, സമൂഹത്തിലെ യഥാർത്ഥ ഈക്വാലിറ്റി സ്ഥാപിക്കപ്പെടും എന്നാണ് പറയുന്നത്. രാജ് സച്ച് മേ യഹ് ഹോന അനിവാര്യ ഹെ. അപ്പൊ രാജ് പറയാണ് ഇത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പൊ ഈ കോൺവെർസേഷനിലും ഇതിന്റെ മുൻപ് പറഞ്ഞ ലേഖിലും ഞാൻ ചില സെന്റൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിയിൽ പലതും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം ലേഖ പഠിച്ചവർക്ക് തന്നെ ഇത്തരം കോൺവെർസേഷൻ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഈ സെന്റൻസസ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലേഖ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിയേക്കാം. പക്ഷെ ലേഖ എന്ന് പറയുമ്പോൾ തീരെ ഷോർട്ടായിട്ട് എഴുതേണ്ട ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ കവിതയിലത്തെ കുറച്ച് ആശയം പിന്നെ ജസ്റ്റ് 1-2 പോയിന്റ്സ് എങ്കിലും നമ്മൾ എക്സ്ട്രാ എഴുതണ്ടേ. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഇത് കുറച്ച് ലോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഷോർട്ടാക്കി എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.